രാഹുൽ മാങ്കുടത്തിനെതിരായ 2 ബലാത്സംഗ കേസുകളും ഇന്ന് ഹൈക്കോടതിയിൽ. അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ ഇന്ന് വിശദമായ വാദം. രണ്ടാം കേസിലെ മുൻകൂർ ജാമ്യത്തിനെതിരായ സർക്കാർ ഹർജിയും ഇന്ന് കോടതിയിൽ. അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കുടത്തിൽ ഇന്ന് ഹാജരാകില്ല. ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നുമാണ് രാഹുൽ മാങ്കുടത്തിൽ നൽകുന്ന വിശദീകരണം. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, രാഹുൽ മാങ്കുടത്തിനെതിരായ 2 ബലാത്സംഗ കേസുകളും ഇന്നാണ് ഹൈക്കോടതിയിൽ ഉണ്ടാകുക. അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ ഇന്ന് വിശദമായ വാദമുണ്ടാകും. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ 2 ബലാത്സംഗ കേസുകളും ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണനയ്ക്ക് വരികയാണ്. ആദ്യ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിന് മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. അതിന് പിന്നാലെ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ കേസാണ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്ക് ജാമ്യം നൽകിയിരുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആ കേസിൽ ഹൈക്കോടതിയിൽ സർക്കാർ ഹർജി നൽകിയിരുന്നു. അതും കൂടി ഇന്ന് പരിഗണനയ്ക്ക് വരികയാണ്. അതേസമയം രാഹുൽ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇത്തരം ഒരു കോടതി നിർദ്ദേശവുമായി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നോട്ടീസും തനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ ഹാജരാകില്ല എന്നാണ് MLA പറയുന്നത്. എന്തായാലും ആദ്യ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു. ആദ്യ കേസിൽ രാഹുലിനെതിരെ കടുത്ത തെളിവുകളും അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. നമുക്കറിയാം, ഈ 2 ബലാത്സംഗ കേസുകളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നത്. അതിൽ ആദ്യത്തെ കേസിൽ ബലാത്സംഗം അതുപോലെ തന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന ഒരു കേസ് കൂടിയുണ്ട്. അതിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്ക് ജാമ്യം നിഷേധിച്ചത്. പക്ഷേ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ കൂടി MLA-യെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന് പ്രകാരം പോലീസ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ അതിന് പിന്നാലെ രണ്ടാമതൊരു കേസ് കൂടി MLA-ക്കെതിരെ വരുന്നു. അതിൽ പക്ഷേ MLA-ക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതിനെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത്, സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത്. ആദ്യത്തെ കേസിൽ ഇത്തരത്തിൽ അതിജീവിതയെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നും നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നും കോടതിയിൽ മൊഴി നൽകിയിരുന്നു. അതിനും അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിലും ഇത്തരത്തിൽ ബംഗളൂരു സ്വദേശിനിയായി 23-കാരിയാണ് രാഹുലിനെതിരെ ബലാത്സംഗ പരാതി കൊടുത്തത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ക്രൂരമായി ഉപദ്രവിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു. താൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും തുടരെ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനും AICC-ക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതിക്കാരി പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതി ക്രൈംബ്രാഞ്ചിനെ കൈമാറുന്നു. തുടർന്ന് അന്വേഷണം നടന്നിട്ടാണ് ഈ ഒരു കേസ് കോടതിയിൽ എത്തിയത്. ആ കേസിൽ പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതിൽ പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധവും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വ്യാപകമായ പ്രതിഷേധം ഒക്കെ തന്നെ ഉണ്ടായ സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിന് പോകും അല്ലെങ്കിൽ ഹർജി കൊടുക്കും എന്നൊരു കാര്യം പറഞ്ഞത്. അതായത് ഇത്തരം 2 ക്രൂരമായ കേസ് ഒരു MLA-ക്കെതിരെ ഉയർന്നു വന്നു. അതിനെതിരെ ആദ്യത്തെ കേസിൽ ജാമ്യം നിഷേധിക്കുമ്പോഴും അറസ്റ്റ് തടയുകയായിരുന്നു കോടതി ചെയ്തത്. രണ്ടാമത്തെ കേസിൽ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചപ്പോൾ അതിനെതിരെ ഹർജി പോകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു. ആ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കേസിൽ 13 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ഈ ഒരു കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇലക്ഷന്റെ അന്നാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അന്നാണ് ഒളിവിൽ നിന്നും പുറത്തേക്ക് വന്നത്. അതിന് പിന്നാലെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്നും തന്നെ രാഹുൽ മറുപടി നൽകിയിരുന്നില്ല. എല്ലാ ചോദ്യങ്ങളെയും അവഗണിക്കുകയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ MLA ചെയ്തിരുന്നത്. അതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരം വിഷ്വൽസും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും ആ ഒരു കേസാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണനയിൽ വരുന്നത്. ഈ ഒന്നാമത്തെ കേസിൽ ജാമ്യം നിഷേധിച്ച ആ ഒരു കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇന്ന് ആ ഒരു കേസ് പരിഗണിക്കുമ്പോൾ അതിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു കോടതി കേസ് പരിഗണിച്ചതിന് ശേഷമായിരിക്കും അറിയുക. എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിൽ MLA ഇപ്പോൾ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഒളിവിലല്ല, ഇപ്പോൾ സജീവമായി തന്നെ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ പാലക്കാടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പാലക്കാട് എത്തിയിരുന്നു, വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇനിയും പാലക്കാട് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഹുലിന്റെ പ്രതികരണമൊക്കെ വരുന്നത്. എന്തായാലും ഇന്ന് ആ ഒരു കേസ് കോടതി പരിഗണിക്കുകയാണ്. ആ കേസിൽ ഇന്ന് ഏറെ നിർണായകം തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം. കേസിൽ അറസ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ഇന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതി ഈ ഒരു കേസ് രാവിലെ തന്നെ പരിഗണിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അരുണിമ.
ശരി, വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 ബലാത്സംഗ കേസുകളും ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കും. അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ ഇന്ന് വിശദമായ വാദമുണ്ടാകും. 2ാം കേസിലെ മുൻകൂർ ജാമ്യത്തിനെതിരായ സർക്കാർ ഹർജിയും ഇന്ന് കോടതിയിൽ. അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഹാജരാകില്ല. ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന വിശദീകരണം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രഞ്ജിൽ രാജാണ്.